ഹലോ, എല്ലാവർക്കും സ്വാഗതം. എപ്സ്റ്റൈൻ ഫയൽസ്. ഈ പേര് നിങ്ങളിപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ടാവല്ലേ? ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങൾ, കോലാഹലങ്ങൾ. ഇതിനിടയിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോ എന്താണ് ഈ 30 ലക്ഷം പേജുകളിൽ ശരിക്കുമുള്ളത്? വെറും വാർത്താ തലക്കെട്ടുകൾക്കപ്പുറം ഇതിലെ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നിച്ചു നോക്കാം. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം, എന്താണ് ഈ ഫയലുകൾ? പിന്നെ ഇതിൽ പറയുന്ന വലിയ പേരുകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ തെളിവുകളുണ്ട്? അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? പിന്നെ ഏറ്റവും പ്രധാനമായി, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇത്ര കാര്യമായി എടുക്കുന്നത്? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ എപ്സ്റ്റൈൻ ഫയലുകൾ? സിംപിളായി പറഞ്ഞാലേ ഇതെന്തോ കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല. ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീനെപ്പറ്റി US ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ ലക്ഷക്കണക്കിന് രേഖകളാണ്. ഒരു പ്രത്യേക നിയമം പാസാക്കിയാണ് ഇതൊക്കെ പുറത്തുവിട്ടത്. അതായത് ഇത് തികച്ചും ഔദ്യോഗികമാണ്. അപ്പോൾ എത്ര രേഖകളുണ്ട് എന്നറിയാമോ? 30 ലക്ഷം പേജുകൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും വലിയൊരു കളക്ഷനാണിത്. അതുകൊണ്ടാണ് മീഡിയ മുഴുവൻ ഇതിന്റെ പിന്നാലെ പോകുന്നതും ഇത്ര വലിയ ചർച്ചയാവുന്നതും. ഇതിൻ്റെ ഒരു വ്യാപ്തി ഭയങ്കരമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പാണ്. ഈ ലിസ്റ്റിൽ ഒരാളുടെ പേര് വന്നു എന്ന് കരുതി അയാൾ കുറ്റവാളിയാണെന്നർത്ഥമില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടു പോകാൻ. ശരി, ഇനി നമുക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആ ഭാഗത്തേക്ക് വരാം. ആരുടെയൊക്കെ പേരുകളാണ് ഈ ഫയലുകളിലുള്ളത്? നോക്കൂ, ഈ ലിസ്റ്റ് വളരെ വലുതാണ്. ടെക് ലോകത്തെ ഭീമന്മാരായ ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് മുതൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പിന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗങ്ങൾ വരെ, അങ്ങനെ നൂറുകണക്കിന് പ്രമുഖരുടെ പേരുകൾ ഇതിലുണ്ട്. നമ്മളിവിടെ കാണുന്നത് അതിൽ കുറച്ചു പേരുകൾ മാത്രമാണ്. വെറുതെ പേരുകൾ മാത്രമല്ല, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് കാണിക്കുന്ന ചില തെളിവുകളും ഈ ഫയലുകളിലുണ്ട്. ഇമെയിലുകൾ, ഫോട്ടോകൾ, പണമിടപാടുകൾ. നമുക്കതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഉദാഹരണത്തിന്, ടെക് കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ കാര്യമെടുക്കാം. അദ്ദേഹവും എപ്സ്റ്റൈനും തമ്മിൽ പല യാത്രകളെപ്പറ്റി സംസാരിക്കുന്ന ഇമെയിലുകൾ ഈ രേഖകളിലുണ്ട്. അതിലൊരു ഇമെയിലില് മസ്ക് എപ്സ്റ്റൈനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദ്വീപിലെ ഏറ്റവും അടിച്ചുപൊളി പാർട്ടി ഏത് പകൽ/രാത്രിയായിരിക്കും? കണ്ടില്ലേ? ഇത്തരത്തിലുള്ള വളരെ നേരിട്ടുള്ള, ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന സംഭാഷണങ്ങളാണിതിലുള്ളത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ആൻഡ്രൂ രാജകുമാരൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും ഈ ഫയലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഫോട്ടോകൾക്ക് കൃത്യമായ ഒരു പശ്ചാത്തല വിവരങ്ങളും നൽകിയിട്ടില്ല. വസ്ത്രം ധരിച്ച ആരാണെന്ന് വ്യക്തമല്ലാത്ത ഒരു സ്ത്രീയുടെ മുകളിൽ രാജകുമാരൻ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. പക്ഷേ അതെപ്പോൾ, എവിടെ, എന്ത് സാഹചര്യത്തിൽ എടുത്തതാണെന്ന് ഒരു പിടിയുമില്ല. സംഭാഷണങ്ങളും ഫോട്ടോകളും മാത്രമല്ല, ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഇതിലുണ്ട്. ഉദാഹരണത്തിന് ലോർഡ് മാൻഡൽസ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കാണിക്കുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനായ ലോർഡ് മാൻഡൽസണുമായി ബന്ധമുള്ള അക്കൗണ്ടുകളിലേക്ക് എപ്സ്റ്റൈൻ ഏകദേശം $75,000 അയച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ പണമിടപാടുകളും ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ രേഖകൾ പുറത്തുവരുമ്പോൾ ഈ പേരുകൾ ഉൾപ്പെട്ട ആളുകൾ എന്തു പറയുന്നു, അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽ ഗേറ്റ്സിന്റെ കാര്യമെടുക്കാം. രേഖകളിൽ പറയുന്നത്, റഷ്യൻ പെൺകുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗേറ്റ്സിന് എപ്സ്റ്റൈൻ മരുന്ന് സംഘടിപ്പിച്ചു കൊടുത്തു എന്നാണ് ഒരു ഇമെയിലിൽ പറയുന്നത്. പക്ഷേ ഗേറ്റ്സിന്റെ വക്താവ് പറഞ്ഞത് ഇത് തികച്ചും അസംബന്ധവും പൂർണ്ണമായും തെറ്റാണ് എന്നാണ്. ശക്തമായൊരു നിഷേധമാണ് അവിടെ നിന്നുണ്ടായത്. ചിലർ നിഷേധിക്കുമ്പോൾ മറ്റു ചിലർ വിശദീകരണം നൽകുന്നുണ്ട്. റിച്ചാർഡ് ബ്രാൻസനെ എപ്സ്റ്റൈൻ ദ്വീപിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അയച്ച ഒരു ഇമെയിലിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അന്തഃപുരം അഥവാ ഹാരമിനെ കൂടെ കൊണ്ടുവരണമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനി പറയുന്നത് ആ ഹാരം എന്നുദ്ദേശിച്ചത് എപ്സ്റ്റൈന്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രായപൂർത്തിയായ 3 സ്റ്റാഫിനെയാണെന്നും എപ്സ്റ്റൈനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ ബന്ധവും നിർത്തിയെന്നുമാണ്. ഈ രേഖകൾ പുറത്തുവന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലർക്ക് വളരെ വലുതായിരുന്നു. കുറ്റം സമ്മതിച്ചോ ഇല്ലയോ എന്നതിലുപരി പലർക്കും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. ലാറി സമ്മേഴ്സ് പല ബോർഡുകളിൽ നിന്നും രാജിവെച്ചു. സ്ലൊവാക്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനമൊഴിഞ്ഞു. ലോർഡ് മാൻഡൽസൺ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിന്ന് പടിയിറങ്ങുമെന്ന് പറഞ്ഞു. അതേസമയം സ്റ്റീവ് ബാനനും ഡൊണാൾഡ് ട്രംപും ആൻഡ്രൂ രാജകുമാരനും എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ചെയ്തത്. ശരി, നമ്മളിപ്പോൾ പേരുകൾ കണ്ടു, തെളിവുകൾ കണ്ടു, പ്രതികരണങ്ങളും കണ്ടു. ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം, ഇതൊക്കെ എന്തിനാണിത്ര പ്രാധാന്യമർഹിക്കുന്നത്? കാരണം ഇത് കുറച്ച് പേരുകളുടെ കഥ മാത്രമല്ല,
ഇത് എപ്സ്റ്റൈൻ എന്ന ഒരാൾക്ക് എത്ര വലിയൊരു നെറ്റ്വർക്ക്, ഒരു സ്വാധീന വലയം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ശിക്ഷിക്കപ്പെട്ട ഒരു ലൈംഗിക കുറ്റവാളിയുമായി ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾക്ക് എത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഇത് വെളിപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം അവരെയെല്ലാം പൊതുജനത്തിനു മുന്നിലൊരു മറുപടി പറയാൻ നിർബന്ധിതരാക്കുന്നു. ഇതിനെല്ലാം അപ്പുറം സമ്പത്തും അധികാരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ അധികാരവും പണവും സ്വാധീനവും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ ബന്ധങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഫയലുകൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതിന്റെ ചർച്ചകൾ ഇനിയും ഒരുപാട് കാലം തുടരും.